ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ, ഞാൻ ഇന്നലെ ഒരു RCCB ട്രിപ്പിങ്ങിൻ്റെ കേസായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ ഒരു പണിയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ അവിടെ നമ്മളെ വയറുകളെല്ലാം മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കളർ കോഡ് വലിച്ചാലും അവസാനമൊക്കെ എത്തുമ്പോൾ കളർ കോഡിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വരും. ഞാനങ്ങനെ ചേഞ്ച് വരുത്താറുണ്ട്, കാരണം ഓരോ പീസിന് വേണ്ടിയിട്ട് നമുക്ക് കോയിലൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വയറ് നമ്മൾ മാർക്കിങ് പക്കയായിരിക്കും നമ്മൾ ഇടാം. അപ്പം ഞാനൊക്കെ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കണ്ട കറക്റ്റ് മാർക്കിങ് കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇടാറ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ സാധാരണ ഈ തുമ്പത്താണ് അത് നമ്മൾ സ്വിച്ച് ബോർഡ് പിടിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇടാം. സ്വിച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ഏത് വയറിയാന്ന് അഴിക്കുന്നവനും അറിയാം, പിടിപ്പിക്കുന്നവനും അറിയാം. അവിടെ കണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് വര, അത്യാവശ്യം ബ്ലേഡ് കൊണ്ട് നല്ല വരയും വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ബോർഡിലുണ്ട്, അത്യാവശ്യം വയറുണ്ട്. അപ്പോൾ RCCB ട്രിപ്പിങ്ങിൻ്റെ ചില കേസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ നിസ്സാര സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിടണം, ഒരു പൊടിക്ക് കയറ്റിയിട, അത് സ്വിച്ച് ബോർഡ് മേടിക്കുമ്പോൾ കട്ട് ചെയ്ത് കളയുക, അതൊന്ന് ശ്രദ്ധിക്കുക. അത് നല്ല കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള വീടുകളാണ്. അപ്പോൾ കണ്ടമാന ലൈറ്റുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ മെയിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ വലിച്ചിട്ട് കണ്ടമാനം ലൈറ്റിലേക്ക് പിടിച്ച് കൊടുത്തേക്കാം. ന്യൂട്രൽ കോമൺ ആണ്, അത് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മളൊക്കെ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ടെന്ന് വെച്ചാൽ ആ സിലിണ്ടറിലേക്ക് മാത്രം ന്യൂട്രൽ ഇറക്കും. ഒരു ഒറ്റ റൂമിലുണ്ട് വരുന്നത്. അതിൽ കോവിന്, അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്, അതുപോലെ പാനൽ ലൈറ്റ്, ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ന്യൂട്രൽ ഇടും. നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പം ഇത് ചെയ്യാത്തവരോട് ചെയ്യുക, കുറച്ച് സമയം പൊക്കോട്ടെ, കുറച്ച് വയറും പൊക്കോട്ടെ. പക്ഷെ ഭാവിയിലല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി വേറെ അടുത്തൊന്നും ശരിയാക്കുമ്പോൾ നമുക്കൊരു മുഷിലുണ്ടാവില്ലേ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ.